ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ ജോലിക്ക് പോയി. എൻ്റെ പതിവ് ജോലിയിലേക്ക് ഞാനും കടന്നു കേട്ടോ. ചായയൊന്നും കുടിച്ചിട്ടില്ല ഞാൻ. ചേട്ടൻ മാത്രം ചായ കുടിച്ചതിന് ശേഷം ജോലിക്ക് പോയതാണ് കേട്ടോ. വീടിനകമൊക്കെ പതിവ് പോലെ തന്നെ തൂക്കുവാണ് ഞാൻ. അതിന് ശേഷമാണ് മുറ്റത്തോട്ടും പോയത് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് കുറച്ച് വയ്യായിക ഉണ്ടായിരുന്നു കേട്ടോ. ആൻ്റണി വോയിസിലൊക്കെ ഒരു ഇത് കാണും. എപ്പോഴും സംസാരിക്കുന്ന ആ ഒരു രീതി ആയിരിക്കില്ല. കാരണം എനിക്ക് ഇച്ചിരി വയ്യായിക ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ജോലിയിലാണെങ്കിൽ പോലും അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവരിവിടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. അവിടെ അമ്മയ്ക്കും ഇവിടെ പള്ളിയിലോട്ടൊക്കെ വരേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അവരുടെ പള്ളിയിൽ കുറച്ച് ദിവസത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരിവിടെ ഉണ്ട്. അപ്പോൾ എനിക്കും വീട്ടിലൊരു കൂട്ടായി കേട്ടോ. ചില സമയത്ത് ഞാൻ മിക്കപ്പോഴൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും എന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ എന്തായാലും അമ്മ കൂടെ ഉണ്ട് കേട്ടോ. ഉണ്ടെങ്കിലും പള്ളിയിലൊക്കെ പോയിട്ട് അവർ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും വരുന്നു. അപ്പോഴെന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരിക്കും. പിന്നെ അമ്മ കിടന്ന് ഉറങ്ങും. പിന്നെ ഞാൻ എൻ്റെ ആയിട്ട് ഓരോ ജോലിക്കൊക്കെ പോവും. പക്ഷേ ഇന്ന് ഉച്ചയ്ക്കൊക്കെ വന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നപ്പോൾ തന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ ജോലി കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്നേഹയുടെ വീട്ടിൽ തന്നെ ജോലി ഉണ്ടായിരുന്നു. സ്നേഹയുടെയും ബീനയുടെയും വീട്ടിൽ, രണ്ടുപേരുടെയും വീട്ടിലും ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെയാണ് അവരുടെ വീട് പാല് കാച്ചൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞു വരാൻ എന്താ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. അമ്മ ഉണ്ടെങ്കിൽ പോലും ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ചെന്നാൽ പിന്നെ ചേട്ടന് കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് ജോലി ചെയ്യാനൊക്കെ പറ്റുമല്ലോ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. താമസിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നൊക്കെ ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ചേട്ടൻ പോയപ്പോൾ എൻ്റെ അടുത്തൂടെ പറഞ്ഞു ഇറങ്ങി നിന്നോ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ജോലിയെല്ലാം ഒതുക്കാനായിട്ട് നിന്നു. ഞാൻ രാവിലെ ഒന്നും കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ കുടിച്ചു. പക്ഷെ ഇന്ന് ഇത്തിരി ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒഴിച്ചപ്പോൾ തന്നെ ആവി പറക്കുന്ന നിങ്ങൾ കണ്ടല്ലോ. ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പതുക്കെയാണ് എടുത്ത് കുടിച്ചത്. നല്ല ഒരു ഉന്മേഷമാണ് കേട്ടോ. രാവിലെ തന്നെ ഇത്രയും ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടാറുണ്ട്. അങ്ങനെ പിന്നെ ഒരു 11 മണിയൊക്കെ ആയ സമയം 9 മണിയായ സമയത്ത് ഞാൻ കഴിക്കാനും ഇരുന്നു. കുറച്ച് പാലും ചൂടാക്കി വെക്കാനുണ്ടായിരുന്നു, എനിക്ക് കുടിക്കാനും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് കുറേ നേരം വരെ വീഡിയോ കോൾ വിളിച്ചു. മിക്കുവും എമീലുവും എൽസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. പിള്ളേരെല്ലാവരും കുറേ നേരം വരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ അവരുടെ തലയും കണ്ണിൻ്റെ പകുതി മൂക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും കുറേ ഭാഗമൊക്കെ കാണിക്കുന്നത്. അവരുടെ കയ്യിൽ ഫോൺ വേണം അവർക്ക്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. മിക്കുതാ എൽസുവിൻ്റെയോ മിലുവിൻ്റെയോ ഫ്രോക്കാണ് കേട്ടോ അവൻ ഇട്ടുകൊണ്ട് വന്നത്. നല്ല രസമാണ് കേട്ടോ. ഈ ആൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ അവനും അതേപോലെ തന്നെയാണ് ഇട്ട് നിന്നു കേട്ടോ. അപ്പോൾ കാലിൽ ആ സൈഡിൽ നിന്ന് സമയത്ത് കാലിൽ കുറച്ച് ഉറുമ്പ് കടിച്ചായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് പോയി എബി അവനെ എടുത്തുകൊണ്ട് ഇങ്ങ് വന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചേട്ടൻ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ വീടിനകമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. രാത്രി കഴിക്കാനുള്ള ചോറും തിളപ്പിച്ച് വെച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ബീനയുടെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങളവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ പണിക്കാർക്കൊക്കെ ഉള്ള ചായയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാനും ബീനയുടെ ഇപ്പുറത്തെ സ്നേഹയുടെ വീടിൻ്റെ ടെറസിൽ നിന്ന് അങ്ങോട്ട് വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ സുമോദേട്ടൻ വന്ന് ചായയൊക്കെ വാങ്ങിച്ചിട്ട് പോയി. പിന്നെ അവിടെ നിന്നാണ് കേട്ടോ നമ്മളെ ഇരുമ്പം പുളി നല്ല പുളിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. കഴിക്കാനും കൊള്ളായിരുന്നു. എനിക്ക് നല്ല കുഞ്ഞായിരിക്കുമ്പോൾ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒത്തിരി വലുതാകുമ്പോഴത്തേക്ക് ഭയങ്കര പുളിപ്പായിരിക്കും. എനിക്ക് കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല. ഇത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ സന്ധ്യയൊക്കെ ആയ സമയത്ത് ചേട്ടനൊക്കെ ജോലി ചെയ്യാനായിട്ട് അവർ അകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ടൈലിൻ്റെ സൈഡ് അകത്തൂടെ ഇങ്ങനെ ഒട്ടിക്കില്ല കറുത്തൊരു സംഭവം, അതാണ് ചേട്ടൻ ഇന്ന് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൈലിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പൊടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം അവിടെ ജോലി ചെയ്യാനായിട്ട്. ആ നേരം കൊണ്ട് ഞാൻ വീട്ടിലോട്ടും കൂടെ കുറച്ച് നേരം വീഡിയോ കോൾ വിളിച്ചു. ഇത് വൈകുന്നേരം, ഞാൻ നേരത്തെ വിളിച്ചത് രാവിലത്തെ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരം വിളിച്ചു. അവർ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. മിക്കുവും എബിയും കൂടെ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുമായിരുന്നു. അത് കാണിച്ചു തന്നു. പിന്നെ എൽസു എവിടെയും ചോദിച്ചപ്പോഴത്തേക്കും അവൾ അവിടെ ആ വീട്ടിൽ തന്നെ അടുക്കളയിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് ആ പടിയിൽ നിന്ന് മുകളിലോട്ട് കയറാനുള്ള ശ്രമത്തിലായിരുന്നു. അവസാനം അവൾ ജയിച്ചു കേട്ടോ. അവൾ തനിയാണ് അവിടെ നിന്ന് അങ്ങോട്ട് കയറിയത്. അങ്ങനെ വിളിച്ച് കാവ്യ പുറത്തോട്ട് വന്ന സമയത്ത് മിലുവിനെയും കൊണ്ട് അമ്മ ഇരിക്കുന്നത് കണ്ടു. പിന്നെ മിലുവിൻ്റെ അടുത്തും കുറച്ചൊക്കെ സംസാരിച്ചു. നമ്മളെന്ത് പറഞ്ഞതെന്ന് അവൾക്ക് അറിയില്ല കേട്ടോ.
പിന്നെ കുറേ നേരം വരെ ബീനയുടെ കൂടെ കടയിൽ പോയിരുന്നു, അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി. നല്ല ഇരുട്ടി കേട്ടോ. ഇരുട്ടിയതിന് ശേഷം എന്താ പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് അവിടുത്തെ പൊടിയൊക്കെ മാറ്റിയിട്ട് അവർ ഈ കറുത്ത ഇങ്ങനത്തെ ഒരു സംഭവം ഇടുകയാണ് കേട്ടോ. നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം 12 മണി എന്തോ ആവാറായെന്ന് തോന്നുന്നു കേട്ടോ. അല്ല 11 മണിയൊക്കെ ആവാറായി. അതിനുശേഷം ഇവരുടെ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും കൂടെ അപ്പുറത്ത് നാളെ പാല് കാച്ചി നടക്കുന്ന വീട്ടിലോട്ട് പോയി കേട്ടോ. നല്ല രസമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാല് കാച്ചി കഴിഞ്ഞ ശേഷമേ ഞാൻ അകത്തോട്ട് കയറുന്നുള്ളൂ വിചാരിച്ച് ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നു കേട്ടോ. ആ നേരത്ത് അശ്വിനി ഉണ്ടായിരുന്നു. അശ്വിനിയെ കുറേ നേരം വരെ വീഡിയോ കോൾ വിളിച്ച് കാണുകയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അശ്വിനി ഇവിടെയില്ല, അവളുടെ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വീഡിയോ കോൾ കാണിച്ചു. എന്നാലും ഒരല്പം ഹോളിലൊക്കെ ഒന്ന് കയറി കേട്ടോ. കാരണം ഞാൻ മാത്രമേ ഒന്ന് പുറത്ത് നിന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഹോളിലോട്ടൊക്കെ കയറിയിട്ട് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി. അടുക്കളയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അശ്വിനിയായിട്ട് കുറേ നേരം വരെ സംസാരിച്ചൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോസും പാല് കാച്ചി വീഡിയോസൊക്കെ നാളത്തെ വീഡിയോസിൽ വ്ളോഗിൽ വരുന്നതായിരിക്കും. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷവും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോസുമായിട്ട് കാണാം. അതുവരയ്ക്കും എല്ലാവരും സുഖമായും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കും. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.